ഹലോ ഫ്രണ്ട്സ്, ഒരു ഉച്ചയൂണ് നമുക്ക് കണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ ഒന്ന് കഴുകി എന്നെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ചോറ് ഒന്ന് അടുപ്പത്ത് വെച്ച് അത് ഈ മീനിൽ നമുക്ക് മുളകെല്ലാം പുരട്ടേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 തരം മീനാണ് മേടിച്ചത്: മത്തി, ആവോലി, ചെമ്പല്ലി. നമുക്കതിന് ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റിയിട്ട് കറിക്കും വേണ്ടി മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് പിന്നെ നമ്മൾ ഓരോ കഷ്ണം മീനെടുത്ത് അതിനെ എല്ലാം എടുത്ത് പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോഴത്തേന് ചോറെല്ലാം ആയിട്ടുണ്ട്. ഞാൻ അതിനെടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻ കറിക്ക് വേണ്ടി കുറച്ച് ചട്ടി ചൂടായിട്ടും കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ആദ്യം കുറച്ച് ഉലുവ ഇട്ട് പൊട്ടി കുറച്ച് കടുകും ഇട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളകും കൂടി ഇട്ട് നന്നായി ഒന്ന് ചെയ്തതിന് ശേഷം കുറച്ച് തക്കാളിയും പിന്നെ മസാലകളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിനെല്ലാം ചേർത്ത് എല്ലാവരും അവരവരുടെ എരിവിനും അതിന് ഉപ്പും ഒക്കെ അതിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നല്ല ഇതാക്കിയതിന് ശേഷം നന്നായി വഴണ്ട് പച്ചമണമെല്ലാം പോയതിന് ശേഷം കുറച്ച് പുളിയെല്ലാം ഒഴിച്ചിട്ട് നമുക്കിതിനെ മൊത്തമായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാവേ. അപ്പോഴത്തേനും നമുക്ക് അപ്പുറത്ത് മീൻ ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് വെക്കാം. പിന്നെ അപ്പോഴത്തേനും ഈ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മീൻ നമ്മളത് കറിക്ക് വേണ്ട മീനുകൾ ഇട്ടു. പിന്നെ ഇനി ഉപ്പേരിക്ക് കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. അതും കടുക് താളിച്ച് മുളക് ഇട്ട് വേറെ ഒന്നും ഇട്ടില്ല, മുളക് മാത്രം, ജസ്റ്റ് മുളകും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് നമുക്ക് ഉപ്പേരി. അത് ഞങ്ങളിവിടെ പാലക്കാട്ടുകാരെല്ലാവരും ഉപ്പേരി തന്നെയാണ് പറയാറ്. എന്തുണ്ടെങ്കിലും അതിന് ഉപ്പേരി തന്നെയാണ് പറയാറ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മീൻ നമുക്ക് ആയിട്ടുണ്ട്. അതിനൊക്കെ മറിച്ചെടുത്ത് 2 ഭാഗത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പല്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ആവോലി ആദ്യം 3 കഷ്ണം വെച്ചതിന് ശേഷം ചെമ്പല്ലിയും വെച്ചു. അതും കുറച്ച് ആയിക്കഴിഞ്ഞാൽ അതും എടുത്തതിന് ശേഷം നമുക്ക് ഊണ് കഴിക്കാം. കുറച്ച് ചോറും അതിന് വേണ്ട കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ, പച്ചമാങ്ങ. അതിനിത്തിരി അച്ചാറുണ്ടാക്കി. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറുണ്ടാക്കി. ബീട്രൂട്ടും പപ്പടും മീൻ ഫ്രൈയും കുറച്ച് ഉള്ളിയും വലിയ ഉള്ളി അതായിട്ട് കറി വെച്ചിട്ട് നമുക്ക് ഉച്ചയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.